ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കാർത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മാരുതി 800 ഇലക്ട്രോണിക് ഡിക്കി ഓപ്പണറിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ. സോ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ ഫ്യൂൽ ഓപ്പണർ ചെയ്യുന്നത് ആ ഒരു ടൈപ്പാണ്. അതായത് ഒരു ആക്ച്വേറ്റർ ആവശ്യമുണ്ട്, അതുപോലെ കുറച്ചൊരു വയറും കാര്യങ്ങളൊക്കെ ആവശ്യം മതി. വേറെ അഡീഷണൽ അധികം എക്സ്പെൻസ് ഒന്നും വരാത്തൊരു സംഭവമാണ് ഈ ഒരു നമ്മുടെ ഡിക്കി ഓപ്പണറിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിക്കി സ്ട്രൈക്കർ വേണം, അതായത് ഓൾട്ടോയുടെ ഡിക്കി സ്ട്രൈക്കർ വേണം. അതുപോലെ തന്നെ ഈ ഒരു ആക്ച്വേറ്ററും പിന്നെ കുറച്ച് വേറും ഒരു സ്വിച്ച് മാത്രം മതി ഈ ഒരു ഡിക്കി ഓപ്പണർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എങ്ങനെയെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ജസ്റ്റ് ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓളം കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. ഏവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ക്ലിപ്പും കാര്യങ്ങളും അഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ചെറുതായിട്ട് താത്തു കൊടുത്താൽ ഈസിയായിട്ട് നമുക്ക് ഈ ഒരു ക്ലിപ്പ് നമുക്ക് അഴിക്കാൻ സാധിക്കും. അതുപോലെ നമുക്കിത് ഫുൾ അഴിച്ച് നമുക്ക് ഈ ഒരു ഡോർ പേഡ് നമുക്ക് ഇളക്കിയാൽ മാത്രമേ ലാച്ച് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു ആക്ച്വേറ്റർ ഫിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പതുക്കെ ഈ ഒരു ഡോർ പേഡ് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഈ ഡോർ പേഡ് അഴിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ അടുത്തായിട്ട് ഈ ഒരു റാഡിലാണ് ഈ ഒരു ആക്ച്വേറ്റർ കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു റാഡ് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ക്ലിപ്പ് നമുക്ക് മാറ്റിയെടുക്കുമ്പോൾ ഈ ഒരു റാഡ് നമുക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ ഈ ഒരു റാഡിലാണ് നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് വരുന്നത്, ഈ ഒരു ഡയറക്ഷനിലാണ് ഈ ഒരു ലോക്കിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആക്ച്വേറ്റർ സെറ്റ് ചെയ്യണം. നമ്മുടെ സെൻട്രൽ ലോക്കിൽ ഉപയോഗിക്കുന്ന ആക്ച്വേറ്ററാണ് ഇതിനും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു ആക്ച്വേറ്റർ ഫിറ്റ് ചെയ്തിട്ട് ഈ ഒരു നമ്മുടെ ഒരു ഡിക്കി നമുക്ക് ഇലക്ട്രോണിക് ടൈപ്പ് ആക്കാൻ സാധിക്കും. നമ്മുടെ കാറിൻ്റെ ഡിക്കി ലോക്കിലായിട്ടാണെങ്കിൽ ഈ ഒരു ആക്ച്വേറ്റർ ഇതുപോലെ ഫിറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ലോക്ക് സ്ക്രൂ ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഈ നല്ല ഫിറ്റായിട്ടിരിക്കും, ഇളകി പോകത്തൊന്നുമില്ല, നല്ല സ്ട്രോങ് ആയിരിക്കും. നേരത്തെ ഉള്ളതൊരു മാനുവലി ലോക്കും അൺലോക്കും ഉള്ള ഒരു ലാച്ചാണിത്. നമ്മളതിനെ ഒരു ആക്ച്വേറ്ററിൻ്റെ സഹായത്തോടെ നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡിക്കി ഓപ്പണറാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇതുപോലെ നമ്മൾ ഈ ഒരു ലോക്ക് ഈ ഒരു ആക്ച്വേറ്ററിൽ ഫിറ്റ് ചെയ്ത് വെക്കണം. ജസ്റ്റ് ടെമ്പററി ആയിട്ടാണ് വെക്കുന്നത്. നമുക്ക് ഈ ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്കിതൊന്ന് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ബ്ലൂ വയർ ആണെങ്കിൽ ഗ്രൗണ്ടാണ്, അതായത് നെഗറ്റീവ് സപ്ലൈ ആണ്. അതിന് നമുക്ക് ഗ്രൗണ്ട് ചെയ്യാം. അതായത് ഈ ഒരു സ്ക്രൂവിൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സ്ക്രൂ ആണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ക്രൂ തന്നെ ഗ്രൗണ്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല നീളമുള്ളൊരു സ്ക്രൂ ആണ് എടുത്തിട്ടുള്ളത്. കാരണം അത്യാവശ്യം നല്ല ബലത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രൂ ഇത്രയും നീളമുള്ള സ്ക്രൂ എടുത്തത്. അതാകുമ്പോൾ നമ്മുടെ ഈ ഒരു ആക്ച്വേറ്റർ ഫുള്ളായിട്ട് നല്ല ബലത്തോടെ ഇരിക്കും. ഈ ഒരു സ്ക്രൂ നമുക്ക് ഫിറ്റ് ചെയ്യാം. നമ്മുടെ ആക്ച്വേറ്ററിലൊരു ഹോൾ വരുന്നുണ്ട്. ഈ ഒരു ഹോളിലായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്രൂ ചെയ്യേണ്ടത്. കുറച്ച് പാടായിരിക്കും, ഇത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രൂ കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഇത് നെഗറ്റീവാണ്, അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ എന്ന് പറയുന്നത് പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആക്ച്വേറ്റർ കറക്റ്റ് വർക്ക് ചെയ്യും. അതായത് നമ്മുടെ ഈ ഒരു ലോക്ക് നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ആക്ഷനിൽ തന്നെ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു ആക്ച്വേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതുപോലെ ആക്ച്വേറ്റർ ഫിറ്റ് ചെയ്ത് നമ്മൾ ഡാഷ്ബോർഡിൻ്റെ അടുത്ത് തന്നെ ഒരു സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഒരു ഇലക്ട്രോണിക് ടൈപ്പ് ഈ ഒരു ഡിക്കി ഓപ്പണർ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്കിലുള്ള ലോക്ക് പ്രസ് ചെയ്യാതെ തന്നെ നമുക്ക് അകത്തിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സപ്ലൈയും കൂടെ ഇനി കൊടുക്കാറുണ്ട്. ഇതുപോലെ ഈ ഒരു ആക്ഷനിൽ നമുക്ക് ഈ ഒരു ലോക്ക് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കാണിക്കും പോലെ ഇതുപോലെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രൂ നമുക്ക് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാം. സോ നമ്മൾ ഈ ഒരു സ്ക്രൂ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു നേരത്തെ നമ്മൾ ഈ ഒരു ബ്ലാക്ക് വയർ, അതായത് പോസിറ്റീവ് വയർ നമുക്ക് ഈ ഒരു ഗ്രീൻ വയറിൽ കണക്ട് ചെയ്യണം.
സോ നമ്മുടെ ഈ ഒരു ആക്ച്വേറ്ററും കാര്യങ്ങളും എല്ലാം ഇവിടെ ഈ ഒരു ഡിക്കി ഭാഗത്തുള്ളതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഡിക്കിയിൽ ഒരു സ്ട്രൈക്കർ കൊടുക്കണം. അതായത് അവിടെ ഓൾട്ടോ അങ്ങനത്തെ വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്ട്രൈക്കറിൽ ഒരു സ്പ്രിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പ്രിങ് ആണെങ്കിൽ നമ്മുടെ ഈ ഡിക്കിയെ കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളി കൊടുക്കുന്നു. അതായത് ഡിക്കി ഓപ്പൺ ചെയ്ത് വരാൻ വേണ്ടി തള്ളി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ലോക്ക് അൺലോക്ക് പെട്ടെന്നാവുന്നു. അല്ലെങ്കിൽ ഈ ഒരു ലോക്ക് തന്നെ നമുക്ക് തുറക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ട്രൈക്കറും കൂടെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതും കൂടെ എങ്ങനെ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് സ്ട്രൈക്കർ ഫിറ്റ് ചെയ്യേണ്ടത്. സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ട്രൈക്കർ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു എല്ലാ വാഹനങ്ങൾക്കും, അതായത് ഈ ഒരു നമ്മുടെ ഡിക്കി ഓപ്പണറുള്ള വാഹനങ്ങൾക്ക് വരുന്നതാണ്. അതായത് ഓൾട്ടോ അങ്ങനെ തുടങ്ങിയ വാഹനങ്ങൾക്ക് ഈ ഒരു സ്ട്രൈക്കർ വരും. ഈ ഒരു സ്ട്രൈക്കർ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഈ ഒരു സ്ട്രൈക്കർ എല്ലാ വാഹനങ്ങൾക്കും വരുന്നത്. അതായത് ഈ ലോക്ക് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പ്രിങ് കൊണ്ടുവന്ന് ജസ്റ്റ് നമ്മുടെ ഒരു ഡിക്കി പൊക്കി കൊടുക്കും. അപ്പോൾ ആ ഒരു ഫംഗ്ഷനാണ് ഈ ഒരു സ്ട്രൈക്കറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു പീസ് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രൈക്കർ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ ഒരു സ്ട്രൈക്കർ ഫിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു 2 സ്ക്രൂ വെച്ച് സ്ട്രൈക്കർ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ട്രൈക്കർ വെച്ച് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് പൊക്കി കൊടുക്കും ഈ ഒരു ഡിക്കി. അപ്പോൾ ഈസി ആയിട്ട് ഈ ഒരു ഡിക്കി മേളിലോട്ട് പൊങ്ങി വരും. അതാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ആക്ച്വേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ആക്ച്വേറ്റർ, അതായത് നമ്മുടെ ആക്ച്വേറ്റർ കൊടുത്തിട്ടുള്ള ഈ ഒരു ലോക്കിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു ആക്ച്വേറ്റർ കൊടുത്തിട്ടുള്ളത്. അതായത് മാനുവലായിട്ട് നമുക്ക് ഈ ഒരു ഡോർ അൺലോക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു ഇലക്ട്രോണിക് ടൈപ്പായിട്ടും അൺലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു ഡിക്കി സ്ട്രൈക്കർ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഡിക്കിക്ക് ഒരു ഡിക്കി ഒന്ന് ജസ്റ്റ് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിക്കി സ്ട്രൈക്കർ കൊടുത്തിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ ഈ ലോക്ക് പിന്നെ ആയി കിടക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിക്കി സ്ട്രൈക്കർ കൊടുക്കുമ്പോൾ നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് പൊങ്ങി വരികയും നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഡിക്കി തുറക്കാനും സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിക്കി സ്ട്രൈക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒയർ എടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കൂടെയാണ് നമ്മൾ ഒയർ എടുത്തിട്ടുള്ളത്. ഇതുവഴി നമ്മുടെ ഡിക്കിക്ക് ഈ ഒരു ആക്ച്വേറ്റർ കൊടുക്കാനുള്ള ഒരു സിംഗിൾ ഒയർ, ഒറ്റ ഒയർ മതി. ആ ഒരു ഒയർ ഈ ഭാഗത്തൂടെ എടുത്ത് നമ്മൾ നേരെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഈ ഒരു സ്വിച്ചാണ്, ഈ ഒരു പ്രസ് ബട്ടൺ സ്വിച്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിക്കിയുടെ ആക്ച്വേറ്റർ വർക്ക് ചെയ്യും. ആ രീതിയിലാണ് നമ്മളിത് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രോണിക് ഡിക്കി ഓപ്പണറും കാര്യങ്ങളും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതുപോലെ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം, അതുപോലെ തന്നെ ഈ ചാനലിനെക്കുറിച്ചുള്ള, അതുകൂടാതെ നിങ്ങളുടെ വാഹന സംബന്ധമായ സംശയങ്ങളും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ജസ്റ്റ് ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓളം കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സുമേഷ് കാർത്തി, സൈനിങ് ഓഫ്.